അവൻ്റെ അമ്മ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ടീച്ചറെ വിളിച്ച് അവൻ്റെ അപ്പൻ കാര്യം പറഞ്ഞു. ഇന്ന് അവനെ സ്കൂളിൽ അയക്കുമെന്നും ടിഫിൻ ഒന്നും ക്രമീകരിക്കാൻ പറ്റാത്തതിനാൽ എന്തെങ്കിലും കാന്റീനിൽ നിന്ന് വാങ്ങി കൊടുക്കണമെന്നും അറിയിച്ചു. എന്നാൽ അവൻ്റെ ടീച്ചറും സഹപാഠികളും ചേർന്ന് ഒരു പ്ലാൻ ചെയ്തു. ടിഫിൻ കഴിക്കുന്ന സമയമായി. അവൻ ടിഫിൻ തുറക്കുമ്പോൾ അതിൽ ഒന്നുമില്ല. ടീച്ചർ അവനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ആ സമയം പെട്ടെന്ന് 3 കൂട്ടുകാർ അവനറിയാതെ അവൻ്റെ ടിഫിനിൽ ഭക്ഷണം നിറച്ചു. അവൻ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോൾ വലിയ അത്ഭുതം, ടിഫിൻ ബോക്സിൽ നിറയെ ഭക്ഷണം. ഏതൊക്കെ കൂട്ടുകാരാണ് അവൻ്റെ ടിഫിൻ ബോക്സ് നിറച്ചത് എന്ന് അവന് മനസ്സിലായില്ല. അവൻ അവരെ നോക്കി ചിരിച്ചു. പാൽ നിലാവിൻ്റെ പരിശുദ്ധിയുള്ള പുഞ്ചിരിയായിരുന്നു അത്. ഞാനാണ് ഭക്ഷണം നൽകിയത് എന്ന് കൂട്ടുകാരും അവനോട് പറഞ്ഞില്ല. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നതുമില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവീൻ എന്ന് കർത്താവ് പറഞ്ഞത് എത്ര ശരിയാണ്. വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത് എന്ന ഒരു തീരുമാനം ഈ നോമ്പിൽ നമുക്ക് സ്വീകരിക്കാം.